എൻ്റെ പേര് നസീറ അഹമ്മദ്. എനിക്ക് എല്ലാവരും അല്ല ഹഫ്സലിനെ കുറിച്ച് പറയരുത് എന്ന് എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഹഫ്സലിനെ കുറിച്ച് പറയാതെ എങ്ങനെ തുടങ്ങും? ഞാൻ ഏഡിയൻ ടോക്സിലെ ഗൈഡഡ് ടോക്ക് അല്ല ഗൈഡഡ് കോഡ് സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ മുന്നിലിരുന്ന വ്യക്തിയാണ്. അന്ന് അഫ്സൽ ഈ പറഞ്ഞ പോലെ തുടക്കക്കാരനാണ്. പക്ഷെ അന്ന് ആ കണ്ട ചിരി തന്നെയാണ് ഇപ്പോഴും. ആ ചിരി ഞാൻ അന്ന് നോട്ട് ചെയ്തത്, അതേ ചിരി ഇന്ന് ഇവിടം വരെ എത്തിച്ചതും ആ ഒരു ഹമ്പിളായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെന്താ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. അതേപോലെ എൻ്റെ മക്കളുടെ പ്രായമുള്ളവരാണ് ശരിക്കും നമ്മളെ മെഡിറ്റേഷൻ തന്നിട്ടും അതേപോലെ നമുക്ക് ക്ലാസ്സൊക്കെ എടുത്തിട്ട് നമ്മളെയൊക്കെ ഇങ്ങനെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുള്ളത്. സോ അവർക്കും ഒരുപാട് നന്ദി. അതേപോലെ ജോപ്പനെ കണ്ടിട്ട് തന്നെയാണ് ഞാനും എനിക്കൊന്ന് രണ്ടാമത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഞാനാണെന്ന് തോന്നുന്നു. അപ്പോൾ ജോബിനെ കണ്ടിട്ടാണ് വന്നത്. പക്ഷേ അഫ്സലിൻ്റെ പ്രോഗ്രാം എപ്പോഴെങ്കിലും അറ്റൻഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷേ കാരണം ജോബിനായിരുന്നു. അപ്പോൾ ഇന്നിങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ ഞാൻ എൻ്റെ മാനിഫെസ്റ്റേഷനാണ്, അതായത് ജോബിനെ ഇങ്ങനെ മുമ്പിൽ കാണുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനൊരു അവസരം തന്നതിൽ നന്ദി. അതേപോലെ എന്താണ് CA അൽത്താഫ് സർ പോയോ ആള്? എൻ്റെ മോള് CAക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു സിംഗിൾ പാരൻ്റ് ആണ്. അപ്പോൾ എൻ്റെ മോള് ഇപ്പോൾ CA പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. പക്ഷെ അതിനേക്കാളേറെ ഇപ്പം ഞാൻ എന്താ മൈൻഡ് ട്രാൻസ്ഫോർമേഷനൊക്കെ നടന്ന സമയത്ത് എനിക്ക് ഹെൽപ്പൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതായത് പഠിച്ചവൻ്റെ അടുത്തു നിന്നുള്ള സഹായം ഒരുപാട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പോലും നമുക്കറിയാം ഒരു CA എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ എത്രമാത്രം എഫേർട്ട് ഇടണമെന്നുള്ളത്. അപ്പോൾ എൻ്റെ മോളൊരു കാര്യം കടന്നു പോകുമ്പോഴും ഇപ്പോൾ നന്നായിട്ട് അവൾ പാസ്സായി ഇൻറ്റേൺഷിപ്പിലേക്ക് കടക്കുന്ന സമയത്തും ഞാനൊരു സാറിൻ്റെ റീല് കണ്ടിട്ട് അന്ന് ഞാൻ അതിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സ്റ്റേജിൽ കണ്ടുമുട്ടുമെന്ന്. പക്ഷെ നേരിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്താ പറയുക, അത്രയും ഇൻസ്പിറേഷനാണ് ആള്. നമ്മളെ പോലുള്ളവർക്ക് ഒരു സിംഗിൾ പാരൻ്റ് കൊണ്ട് എന്താ പറയുക, അങ്ങനെ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇന്നത്തെ ഒരു നിലയിലെത്തുക എന്ന് പറയുന്നത്, അദ്ദേഹം എടുത്ത എഫേർട്ട് എന്ന് പറയുന്നത് അത്രയ്ക്കുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. മാത്രമല്ല എൻ്റെ മോളും അങ്ങനെ ഒരു ലെവലിലെത്തണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ എൻ്റെ ഗൈഡ് പറയും ഓരോരോ ആൾക്കാരെ കാണുമ്പോഴും, അതായത് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ എൻ്റെ മക്കളെ പോലെയുള്ള അവരെ പോലും നമ്മൾ കാണുമ്പോൾ അവർ ധൈര്യത്തോടെ ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ, നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ അവരെ പോലും നമ്മളാവാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം അവരിലുള്ള ആ ഒരു എന്താ പറയുക കരിഷ്മ, അത് നമ്മളിലേക്ക് എത്തിക്കുന്ന പോലെയാണ്. അതായത് അത്രയ്ക്കും എന്താ പറയുക ഇൻസ്പിറേഷനാണ് അവരൊക്കെ. അപ്പോൾ ഇങ്ങനെയൊരു എന്താ പറയുക അവസരം തന്നതിൽ ഹഫ്സലിനും ഈ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ടീം അംഗങ്ങൾക്കും ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് താങ്ക് യു സോ മച്ച്.